സങ്കീർത്തനം 86 അതിൻ്റെ 16 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്. കർത്താവേ, ആർദ്രതയോടെ എന്നെ നോക്കണമേ, ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ. സങ്കീർത്തനം 86 അതിൻ്റെ 16 വാക്യം, കർത്താവേ, ആർദ്രതയോടെ, വലിയ കരുണയോടെ, സ്നേഹത്തോടെ എന്നെ നോക്കണമേ, ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞൊരു ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ ദാസന്, അങ്ങയുടെ ദാസിക്ക് അങ്ങയുടെ ശക്തി നൽകണമേ, ശക്തി നൽകണമേ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ ഇരിക്കുന്ന ഈ മണിക്കൂറുകളിൽ, വചനം കേൾക്കുന്ന ഈ സമയങ്ങളിൽ, ആരാധിക്കുന്ന മണിക്കൂറുകളിലെല്ലാം നമ്മൾ ചോദിക്കേണ്ടത് മറ്റൊന്നിനു വേണ്ടിയല്ല. കർത്താവേ, അങ്ങയുടെ ശക്തി അങ്ങയുടെ ദാസന്, അങ്ങയുടെ ദാസിക്ക് നൽകണം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ ഇരുട്ടിന്റെ അനുഭവങ്ങൾ, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും സഹനങ്ങളും, നമ്മൾ കടന്നു പോകുന്ന, തളർന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും നന്നായിട്ട് അറിയാവുന്ന ഈശോ, നമ്മൾ മനുഷ്യരുടെ സഹായം തേടിയിട്ടുണ്ട്, അവർ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്, അവരുടെ ബലം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അവരെ ഒന്ന് ചാഞ്ഞു നിൽക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആരും നമ്മളെ ബലപ്പെടുത്തിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ്, അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ ശക്തി നൽകണം. പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യരോ പ്രത്യയശാസ്ത്രങ്ങളോ പ്രസ്ഥാനങ്ങളോ നമ്മളെ നാളിതുവരെ സഹായിച്ച ഒരു ചിന്താഗതികളുമല്ല നമ്മൾ ഈ രാത്രി സഹായിക്കാൻ പോകുന്നത്. ഇനി മുന്നോട്ട് സഹായിക്കേണ്ടതും കർത്താവിന്റെ ശക്തിയാണ്. ഈ രാത്രിയിൽ കർത്താവിന്റെ ദാസരുടെ മേൽ കർത്താവിന്റെ ശക്തി ഇറങ്ങണം. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട സൗരങ്ങളെ, വലിയൊരു കൃപയുടെ, വലിയൊരു അഭിഷേകത്തിന്റെ മണിക്കൂറുകളിലാണ് നമ്മൾ കർത്താവിന് വേണ്ടി, കർത്താവിനോടൊപ്പം ഈ രാത്രി നമ്മൾ ആരാധിക്കുന്നു, അവിടുത്തെ വചനം ധ്യാനിക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയ ആ വചനം ഇതാണ്. സങ്കീർത്തനം 86 16 വാക്യം, എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ. ഇന്ന് രാത്രിയിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ വചനങ്ങളുടെയും ഒരു അടിസ്ഥാനമായിട്ട് ഇതിനെ എടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 86 16, കർത്താവേ, എന്നിലേക്ക് എങ്ങനെ തിരിയണം? ആർദ്രതയോടെ, വലിയ കരുണയോടെ, വലിയ സ്നേഹത്തോടെ എന്നിലേക്ക് തിരിയണം. അങ്ങയുടെ ശക്തി അങ്ങയുടെ ദാസന് തരണം. ഇന്ന് രാത്രി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ ശക്തി നമ്മിലേക്ക് നിറയണം. പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായം, നമ്മൾ കേൾക്കുന്ന സുവിശേഷം, അതിപ്പോൾ ഈ ഒരു ശുശ്രൂഷയിലോ നമ്മളൊരു വചന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത് വായിക്കുമ്പോഴോ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴോ നമ്മുടെ പേഴ്സണൽ ബൈബിൾ വായനയിലോ ഒക്കെ നമ്മൾ കേൾക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പൗലോസിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. 1 കൊറിന്തോസ് 15 അതിന്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം. നല്ല ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നതുമായ സുവിശേഷം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ കേൾക്കുന്ന ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. ഒന്ന്, നമ്മൾ സ്വീകരിക്കുന്നതാണ്. നമ്മളിത് സ്വീകരിക്കുന്നുണ്ടല്ലോ. ഈ വചനം നമ്മൾ സ്വീകരിക്കുന്നു. ഇത് കർത്താവിന്റെ വചനാണ്, ജീവനുള്ള വാക്കാണ്. നമ്മളിത് വിശ്വസിക്കുന്നു, നമ്മളിത് സ്വീകരിക്കുന്നു. 2, ഈ വചനം, ഈ സുവിശേഷം തന്നെയാണ് നമ്മുടെ അടിസ്ഥാനവും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 3, ഈ സുവിശേഷമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. 3 കാര്യങ്ങൾ മറന്നു പോയേക്കരുത്. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഗ്രന്ഥം, നമ്മൾ ധ്യാനിക്കുന്ന വചനങ്ങൾ, നമ്മൾ കേൾക്കുന്ന സുവിശേഷം, 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നു. 1, അത് നമ്മൾ സ്വീകരിക്കുന്ന കാര്യമാണ്, നമുക്കത് നൽകപ്പെടുന്ന സുവിശേഷമാണ്, നമ്മൾക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന സുവിശേഷമാണ്, നമുക്ക് രക്ഷ നൽകുന്ന സുവിശേഷമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സ്വീകരിച്ച സുവിശേഷം. അതിന്റെ 1-ാമത്തെ ഭാഗം ഒന്ന് ചിന്തിക്കണം. നമ്മൾ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ കേൾക്കുന്ന എല്ലാ സുവിശേഷവും ഒരാളെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ച്. നമ്മൾ കേൾക്കേണ്ട സുവിശേഷം, നമ്മൾ വിശ്വസിക്കേണ്ട സുവിശേഷം, നമുക്ക് രക്ഷ നൽകുന്ന ഏക സുവിശേഷം ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നു. സ്വർഗത്തിന്, സഭയ്ക്ക്, നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ചും ഈ സങ്കടം ഉണ്ടാവരുത്. യോഹന്നാൻ 1:12, അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പഴി, ആ സങ്കടം തിരുസഭയുടെ പ്രിയപ്പെട്ട മക്കളായ നമ്മൾ, ഈശോയെ ആരാധിക്കും നമ്മൾ, ഈശോ വിശ്വസിക്കും, നമ്മളെക്കുറിച്ച് ഉണ്ടാവരുത്. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈ സുവിശേഷം നമ്മൾ സ്വീകരിക്കണം, വിശ്വാസത്തോടെ സ്വീകരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2, ഈ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. പൗലോസ് ശ്ലീഹ തന്റെ കൊറിന്തോസുകാർക്ക് കത്തെഴുതുന്ന സമയത്ത്
ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ അടുത്തേക്ക് വരുന്ന സുവിശേഷം, നമ്മൾ സ്വീകരിക്കുന്ന സുവിശേഷം ഈശോയാണ്. നമ്മുടെ അടിസ്ഥാനമായി നിൽക്കുന്നതും ഈശോയാണ്. അതല്ലാതെ മറ്റൊരു അടിസ്ഥാനം നമുക്കില്ല. 3, ഈ സുവിശേഷം നമുക്ക് രക്ഷ നൽകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണും. സ്വർഗത്തിലോ പാതാളത്തിലോ ഭൂമിയിലോ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആരുടെ നാമമല്ലാതെ? ഈശോയുടെ നാമമല്ലാതെ. നമ്മുടെ പൗലോസ് വീണ്ടും റോമാക്കാർക്ക് 1-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-12 വാക്യങ്ങളിലൊക്കെ 17 മുതലുള്ള വാക്യങ്ങളിലൊക്കെ ഇങ്ങനെ പറയും, ഇത് രക്ഷയുടെ സുവിശേഷമാണ്. ആദ്യം യഹൂദർക്കും പിന്നെ ഗ്രീക്കുകാർക്കും, ഈശോയെ അറിഞ്ഞവർക്കും ഈശോയെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അവിശ്വാസിക്കും ഈശോയെ തള്ളിപ്പറയുന്നവന് പോലും ഇത് രക്ഷയുടെ സുവിശേഷമാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ രാത്രി നമ്മൾ കേൾക്കുന്ന ഈ സുവിശേഷം നമ്മൾ സ്വീകരിക്കുന്നു. ഇത് നമ്മുടെ അടിസ്ഥാനമായി മാറുന്നു. ഇത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നു. ആ സുവിശേഷം ഒരു വ്യക്തിയാണ്. ആ സുവിശേഷം ദൈവമാണ്. ആ വ്യക്തിക്ക്, ആ ദൈവത്തിന് ഒരു പേരുണ്ട്, ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഈശോയാണ് ഇന്ന് ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങളുടെ സങ്കടങ്ങളിലോ നിങ്ങളുടെ ഇരുട്ടുകളിലോ നിങ്ങൾക്ക് പ്രകാശമാകാൻ പോകുന്നതും നിങ്ങളെ ശക്തിപ്പെടുത്താൻ പോകുന്നതും ആ ശക്തി തൻ്റെ ദാസർക്ക് പകർന്നു നൽകാൻ പോകുന്നതും ഈശോയാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. നമ്മൾ ഈ സുവിശേഷത്തെ കുറിച്ചാണ് നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്തൊക്കെ ചിന്തിച്ചൊരു വചനമാണ്, അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ റീഡിങ്ങിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു വചനമാണ്. ലൂക്കാ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. ദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് സുവിശേഷത്തെക്കുറിച്ച്. നമ്മൾ ഈ കേൾക്കുന്ന ഈ സുവിശേഷം, നമ്മൾ സ്വീകരിക്കുന്ന ഈ സുവിശേഷം, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ സുവിശേഷം, അത് കേട്ട ആട്ടിടയന്മാരോട് ദൂതന്മാർ ഇങ്ങനെയാണ് പറയുക. ലൂക്കാ 2 അതിൻ്റെ 10-11 വാക്യങ്ങൾ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്ത് സദ്വാർത്തയാണ്? വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. നമ്മൾ കേട്ട സുവിശേഷം, സ്വീകരിച്ചതും നമ്മുടെ അടിസ്ഥാനമായതും നമുക്ക് രക്ഷ നൽകുന്നതും ആ സുവിശേഷത്തെക്കുറിച്ച് ദൂതന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തിൻ്റെ വാർത്ത കേട്ടിട്ട് എത്ര നാളായി? ഒത്തിരി നാളുകളായോ? സന്തോഷത്തിൻ്റെ വാർത്തകളൊക്കെ കേൾക്കാറുണ്ടോ? അറിയത്തില്ല. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിൻ്റെ വാർത്ത കേൾക്കാറുണ്ട്. എനിക്കത്ര വലിയ സങ്കടങ്ങളൊന്നും വരാറില്ല. കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ വരാറുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ വലിയ സങ്കടങ്ങളൊക്കെ വരുമായിരിക്കും. സന്തോഷത്തിൻ്റെ വാർത്തകളൊന്നും കേൾക്കുന്നുണ്ടാവില്ല. പക്ഷെ ഈ ദൂതന്മാർ ഭൂമിയോട്, ആട്ടിടയന്മാരോട്, ദൈവമക്കളോടെല്ലാം പറഞ്ഞ ആ സുവിശേഷം നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. ലോകത്തിൽ ആരും നമ്മളോട് നല്ല വാർത്തകൾ പറയാനില്ല. സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമുക്ക് കേൾക്കാനില്ലാത്തൊരു ജീവിതമായിരിക്കാം. കടവും രോഗവും പാപവും ഇരുട്ടും ഒക്കെ ബാധിച്ചൊരു ജീവിതമായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേൾക്കേണ്ട സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദൂതന്മാർ പറയുന്നുണ്ട്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കായി ഒരു രക്ഷകൻ, എനിക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇതാണ്. നിങ്ങളുടെ കടത്തിലും നിങ്ങളുടെ രോഗത്തിലും നിങ്ങളുടെ സങ്കടങ്ങളിലും നിങ്ങളുടെ പരാജയങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേൾക്കേണ്ട ഒരേ ഒരു സുവിശേഷവും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും കേൾക്കേണ്ടതും സ്വീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും അടിസ്ഥാനമായി നിൽക്കേണ്ടതുമായ രക്ഷയുടെ സുവിശേഷം ഇതാണ്. എനിക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഹീസ് ഹിയർ. അവൻ ഇവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പലതരം നെഞ്ചോട് ചേർത്ത് പിടിച്ചേ. പറഞ്ഞേ, എനിക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ ഇരുട്ടിൽ അവൻ ജനിക്കും. നിങ്ങളുടെ ഈ കടത്തിൽ, നിങ്ങളുടെ ഈ അസ്വസ്ഥത നിറഞ്ഞ വീട്ടിൽ അവൻ ജനിക്കും. അവനൊരു അവസരം കൊടുക്കുക. നമ്മളിങ്ങനെ അധ്വാനിച്ച്, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച്, നമ്മളിങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാജാവായി നിൽക്കുന്നവൻ, രക്ഷകനായി നമുക്കൊരാളുണ്ട്. ആ ഈശോയ്ക്കൊരു സ്പേസ് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പ്രതിസന്ധിനെയാണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇന്ന് വീട്ടിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരിക്കാം ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. മറ്റൊരു ആശ്വാസവും കാണാതെ സഹായിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ശുശ്രൂഷ നമ്മൾ തുറന്ന് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പങ്കെടുക്കുന്നത്. ആരും നമുക്കൂടെ ആശ്വാസവാക്ക് പറയാനില്ല, നമുക്കൊരു സൊല്യൂഷൻ തരാനില്ല, നമ്മളെ ശക്തിപ്പെടുത്താനോ നമുക്കൊന്ന് ചേർന്ന് നിൽക്കാനോ ഒരാളില്ല. ഇരുട്ടിലാണ്, ബുദ്ധിമുട്ടിലാണ്, സങ്കടത്തിലാണ്, കണ്ണുനീര് തീരുന്നില്ല.
പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ജീവിതത്തിൽ ഒരു അശനിപാതം പോലെ, ഒരു ഉരാക്കുടുക്ക് പോലെ സങ്കടങ്ങളുടെ പെരുമഴയിൽ നിങ്ങളിപ്പോൾ മുങ്ങി നിൽക്കുകയായിരിക്കാം. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു പകലായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായത്. ഈ രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം ഈ ശുശ്രൂഷയുടെ നിങ്ങളുടെ ഭാഗമായിരിക്കുന്നത്. നിങ്ങളുടെ ചങ്ക് നീറുന്നുണ്ടാകാം, ഹൃദയം പൊട്ടിപ്പോകുന്നുണ്ടാകാം, നെഞ്ചിൻ്റെ താളം പാറുന്നുണ്ടാകാം. നിങ്ങൾക്ക് എന്ത് സദ്വാർത്ത അറിയിക്കണമെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ, സ്വർഗത്തിനറിയാം. സ്വർഗം ആ സദ്വാർത്ത നേരത്തെ അറിയിച്ചിരിക്കുന്നു. നിങ്ങളത് സ്വീകരിക്കുക. നിനക്ക് വേണ്ടി സങ്കടത്തിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന നിനക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. വളരെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, എല്ലാ ഇരുട്ടിന്റെ അവസ്ഥകളിലും, എല്ലാ കണ്ണുനീരുകളിലും, നിങ്ങളുടെ സകല പ്രതീക്ഷയും അസ്തമിച്ചു പോകുമ്പോഴും, ഉറക്കം കിട്ടാത്ത രാത്രികൾ വരുമ്പോഴും, ജീവിതം മതിയെന്ന് തോന്നിപ്പോകുന്ന സമയങ്ങളിലും നിങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും അലയടിക്കേണ്ട സുവിശേഷം ഇതാണ്: ആരും കൂടെ ഇല്ലെങ്കിലും, എല്ലാവരും മാറി നിന്നാലും എനിക്ക് ഒരു രക്ഷകൻ, ഐ ഹാവ് എ സേവിയർ, എനിക്കൊരു രക്ഷകനുണ്ട്. ഈശോ എന്നാണ് ആ രക്ഷകന്റെ പേര്. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പൗലോസ്ലീഹ, നിങ്ങൾ ഈ വചനഭാഗം വിശുദ്ധ ഗ്രന്ഥം കയ്യിലുണ്ടെങ്കിൽ വചനഭാഗം ഒന്ന് എടുക്കാവോ? 1 കൊരിന്തോസ് 15-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്ക് ഇങ്ങനെയാണ്: ഈശോ ജനിച്ചു എന്നുള്ളത് മാത്രമല്ല സുവിശേഷം. 15:4 നമ്മളിങ്ങനെയാണ് വായിക്കുക. 1 കൊരിന്തോസ് 15:4, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. മാലാഖമാര്, ദൂതന്മാര്, ആട്ടിടയന്മാരോട് കൊടുത്ത സുവിശേഷം ഇതാണ്: നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. പക്ഷെ ഈശോ ജനിച്ചു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ സുവിശേഷം. നമ്മുടെ സുവിശേഷം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്, നമ്മൾ കേൾക്കേണ്ട സുവിശേഷം അടിസ്ഥാനമായി നിൽക്കുന്നതും നമുക്ക് രക്ഷ നൽകുന്ന സുവിശേഷം, അവൻ ജനിച്ചു എന്ന് മാത്രമല്ല, അവൻ ജീവിച്ചു, മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോഴും ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നെ രക്ഷിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കും ജീവിച്ചിരിക്കാനുള്ള കാരണം. ഉള്ളിലോട്ട് നിറഞ്ഞേക്കണം. മരിച്ചു കളയാൻ ഒരു 100 കാരണം നമുക്കുണ്ട്, ശരിയല്ലേ? സങ്കടപ്പെട്ടിരിക്കാൻ, നിരാശപ്പെട്ടിരിക്കാൻ ഒരു 10,000 കാരണങ്ങൾ നമുക്കുണ്ടാവും. മതിയെന്ന് തോന്നാൻ ഒരു 10,000 കാരണം നമുക്കുണ്ടാവും. ജീവിച്ചിരിക്കാൻ ഒരേ ഒരു കാരണം: എനിക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചു, അവൻ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോഴും ജീവിക്കുന്നു. എന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ജീവിക്കാനുള്ള കാരണം. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറ ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തോര സങ്കടങ്ങൾ, എന്തോര കണ്ണുനീരുകൾ, എത്ര തവണ ആത്മഹത്യാ ശ്രമങ്ങൾ, മതിയെന്ന് തോന്നിപ്പോയ സമയങ്ങൾ, ഇത്രയും മതിയെന്ന് ചിന്തിച്ച സമയങ്ങൾ, ഇരുട്ട് മൂടിക്കളഞ്ഞ സമയങ്ങൾ, പ്രതീക്ഷയില്ല, സഹായിക്കാൻ ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. സങ്കീർത്തനം 3 ദാവീദ് ഇങ്ങനെ ചങ്കുപൊട്ടി പറയുന്നുണ്ട്: കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, ദൈവം പോലും എന്നെ സഹായിക്കില്ലെന്ന് മറ്റുള്ളവർ എന്നെ കുറിച്ച് പറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം പോലും സഹായിക്കാനില്ലാത്ത അവസ്ഥകൾ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടാകാം. പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം. മനുഷ്യർ പോലും നമ്മളെ മാറ്റി നിർത്തി. ഒരു കാലത്ത് അവരെ സ്നേഹിച്ച് അവരോട് ചേർന്ന് നിന്ന് നമ്മൾ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കാൻ ആളില്ല, ചേർന്ന് നിൽക്കാനില്ലെന്ന് മാത്രമല്ല, ഒരിക്കൽ നമ്മൾ ചേർന്ന് നിന്നവർ ഇന്ന് നമുക്കെതിരെ തിരിഞ്ഞ് ശത്രുവായി മാറിയിരിക്കുന്നു. ദാവീദ് ചങ്ക് പൊട്ടിയാണ് സങ്കീർത്തനം 3 എഴുതുന്നത്: കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം അത്ര വലിയ ശത്രുക്കളുടെ ഗണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് മനുഷ്യരാവണമെന്നില്ല. തിന്മയാകാം, നിങ്ങളുടെ രോഗങ്ങളാകാം, നിങ്ങളുടെ കടങ്ങളാവാം, നിങ്ങളുടെ ഇരുട്ടിൻ്റെ അനുഭവങ്ങളാകാം, നിങ്ങളെ മാറ്റി നിർത്തിയവരാകാം, നിങ്ങളെ ശപിച്ചവരാകാം, നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തവരാകാം, നിങ്ങൾക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തിയവരാകാം, നിങ്ങളുടെ നല്ല പേര് ദുഷിപ്പിച്ച് കളഞ്ഞവരായിരിക്കാം, നിങ്ങൾ ഈ കുടുംബത്തിന്റെ ശാപമാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയവരായിരിക്കാം, നിങ്ങളെ ഉപദ്രവിച്ചവരായിരിക്കാം, നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിച്ചവർ, നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവ് തന്നവരായിരിക്കാം. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറ ഹല്ലേലൂയാ. ഇട്ടേച്ച് പോകാൻ 100 കാരണങ്ങളാണ് നമുക്ക്. മതിയെന്ന് തോന്നാൻ കാരണം കഷ്ടപ്പെട്ടു, ഒത്തിരി സങ്കടപ്പെട്ടു, ഒത്തിരി കാലമായിട്ട് ഈ വേദനയും കൊണ്ട് നടക്കാണ്. മുമ്പോട്ട് പോകാനും ജീവിക്കാനും നമുക്കൊരു കാരണം: എന്നെ രക്ഷിക്കാൻ പറ്റുന്ന ദൈവം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ജീവിക്കാനുള്ള കാരണം. പറഞ്ഞേ ഹല്ലേലൂയാ. സോ നമ്മുടെ രക്ഷകൻ ജീവിക്കുന്നു. ഇതാണ് നമ്മുടെ സുവിശേഷം. നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങളൊക്കെ ഇങ്ങനെ മോശയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഈജിപ്തിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ ക്ലേശങ്ങൾ ഞാൻ അറിയുന്നു. ഈജിപ്തിൽ
എൻ്റെ ജനം അവർ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് സാധിക്കുന്നത് ഒരാൾക്ക് മാത്രമാണ്. ഇത് സാധിക്കുന്നത് ഒരാൾക്ക് മാത്രമാണ്. എൻ്റെ ക്ലേശങ്ങൾ കാണാനും എൻ്റെ വേദനകൾ കേൾക്കാനും ഞാൻ കടന്നു പോകുന്ന ഇരുട്ടിൻ്റെ അനുഭവങ്ങളെ അറിയാനും അതിന് ഉത്തരം തരാനും പറ്റുന്ന ഒരാളെ ഉള്ളൂ. ആ ആൾ ജീവിച്ചിരിക്കണം. അങ്ങനെ ഒരാളെ ഉള്ളൂ, ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. ആ ജീവിക്കുന്ന ദൈവം അവരെ രക്ഷിച്ചെടുത്ത ഒരു അനുഭവം പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം, അവർ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ രാത്രിയിൽ സംഭവിച്ച ഒരു കാര്യം. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 40 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും. ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം 430 വർഷമായിരുന്നു. 430 വത്സരം പൂർത്തിയായ അന്ന് തന്നെ കർത്താവിൻ്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. 42-ാം വാക്യം ശ്രദ്ധിച്ചത് കേൾക്കണം. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്. ഇതിനകത്ത് കിടക്കുന്ന ഒരു വലിയൊരു ആത്മീയ രഹസ്യവും തിരിച്ചറിയണം. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനങ്ങളെ ഒന്ന് കണക്ട് ചെയ്തേക്കണം. നമ്മൾക്ക് ആവശ്യമുള്ളത് ഈശോയുടെ ശക്തിയാണ്. അതാണ് സങ്കീർത്തനം 86-16 നമ്മൾ വായിച്ചത്, പ്രാർത്ഥിച്ചത്, ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണം. ഈ ശക്തി നമുക്ക് ആവശ്യമാകുന്നത് നമ്മുടെ ഈ ബലഹീനതയിൽ, നമ്മുടെ ഈ കുറവുകളിലാണ്. നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്ത ഈ രാത്രികളിൽ, ഈ പകലുകളിൽ നമ്മൾ കേൾക്കേണ്ടത് നമ്മളെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളെ കുറിച്ചാണ്. ആ രക്ഷകന്റെ വാക്കാണ്, ആ സുവിശേഷമാണ്. ആ സുവിശേഷം നമുക്ക് രക്ഷ നൽകുന്നു, ജീവൻ നൽകുന്നു, നമുക്ക് അടിസ്ഥാനമായി നിൽക്കുന്നു, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നു. ആ സുവിശേഷം ചുമ്മാ ഒരു വാക്കല്ല, എഴുത്തല്ല, അത് ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം ജനിച്ചു, ജീവിച്ചു, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇപ്പോഴും ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ദൈവം എൻ്റെ കഷ്ടപ്പാട് കാണുന്നു, എൻ്റെ വേദന കേൾക്കുന്നു, എൻ്റെ രോദനങ്ങൾ, എൻ്റെ സങ്കടങ്ങളെല്ലാം അവൻ അറിയുന്നു. അങ്ങനെ അറിയുന്ന ദൈവം, അങ്ങനെ ജീവിച്ചിരിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പുറപ്പാട് 12-ൽ നമ്മളിപ്പോൾ വായിച്ചത്, ദൈവം തൻ്റെ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, നമുക്കിന്ന് അടിമത്തങ്ങൾ ഉണ്ടാവില്ല, നമ്മുടെ സങ്കടങ്ങളെ ഓർത്തേക്കുക, നമ്മുടെ ഇരുട്ടുകളെ ഓർത്തേക്കുക. ആ അടിമത്തത്തിൽ നിന്ന്, ആ ഇരുട്ടിൽ നിന്ന്, ആ കണ്ണുനീരിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മളെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി വചനം ഇങ്ങനെയാണ്, കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്. പറഞ്ഞേ ഹല്ലേലൂയ. വലിയ സത്യം തിരിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ ഉണർന്നിരുന്ന് നീ അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പറയും നമ്മൾ ജാഗരണ പ്രാർത്ഥനയിലാണ്, നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, രാത്രിയിൽ ഇരിക്കുകയാണ്. പക്ഷെ ഈ രാത്രി ഈ സങ്കടത്തിൽ നിന്നും ഈ വേദനയിൽ നിന്നും നിന്നെ പുറത്തോട്ട് കൊണ്ടുവരാൻ നീ ഉണർന്നിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മറ്റൊരാൾ ഉണർന്നിരിക്കുകയാണ്. ഈശോ നിന്റെ ദൈവം. അവരെ ആ സങ്കടത്തിൽ നിന്ന്, ആ അടിമത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവം ജാഗ്രതായി വർത്തിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, ഉണർന്നിരിക്കുന്ന ദൈവം. പ്രവർത്തിക്കുന്നത് ഞാനല്ല, ആരാണ്? കർത്താവ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ആകെ ചെയ്യേണ്ടത് ആ സുവിശേഷം സ്വീകരിക്കുക. സ്വീകരിച്ചാൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവൻ എന്തോ ഒരു കൃപ കൊടുത്തു. എന്ത് കൃപയാണ് കൊടുത്തത്? തന്നെ വിശ്വസിച്ചവർക്ക്, തന്നെ സ്വീകരിച്ചവർക്ക്, ആ സുവിശേഷം വിശ്വസിച്ചവർക്കും സ്വീകരിച്ചവർക്കും ദൈവം കൊടുത്ത കൃപ, ദൈവ മക്കളാവാനുള്ള കൃപ കൊടുത്തു. ഈ രാത്രിയിൽ ഈശോയുടെ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഈ സുവിശേഷം സ്വീകരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കിട്ടാൻ പോകുന്ന ക്രെഡിറ്റ്, നമുക്ക് കിട്ടാൻ പോകുന്ന ഐഡന്റിറ്റി, നമുക്ക് കിട്ടാൻ പോകുന്ന സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതാണ്. ദൈവ മക്കൾ എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മൾ വീണ്ടും ഉയരുകയാണ്. ആ സ്റ്റാറ്റസ് നമ്മൾ ഓർക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ ദൈവ മക്കളായാൽ പൗലോസ്ലീഹ നമ്മളോട് പറയും, റോമ 8:16 മുതലുള്ള വാക്യങ്ങളിൽ, മക്കളെങ്കിൽ അവകാശികളാണ്. കിട്ടുന്നുണ്ടോ? മക്കളെങ്കിൽ അവകാശികളാണ്. നമ്മൾ ഇന്ന് ഈ രാത്രിയിൽ ഒരുപാട് നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാകും. നമ്മളിപ്പോൾ ഈ ഒരു ആരാധനയ്ക്ക് വേണ്ടി, ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇമെയിൽ അയച്ചും ഫോൺ വിളിച്ചും ഒക്കെ ഒത്തിരി നിയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ, ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ തരാൻ വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ ഉണർന്നിരിക്കുകയാണ് കർത്താവ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം, സുവിശേഷം സ്വീകരിക്കുക. സ്വീകരിച്ചാൽ മക്കളാകും, മക്കളായാൽ നമ്മൾ അവകാശികളാകും. അവകാശികളായാൽ പിന്നെ യാചിക്കേണ്ടി വരില്ല, ചോദിച്ച് മേടിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. ചെന്നി പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? മക്കളെങ്കിൽ അവകാശികളാണ്, യാചകരാണ് പോയിട്ട് എന്തെങ്കിലും തരണേന്ന് പറയുന്നത്. നമ്മുടെ കടം മാറേണ്ടതും, നമ്മുടെ രോഗം മാറേണ്ടതും, നമ്മൾ വിശുദ്ധരാവേണ്ടതും, നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് ഉയരേണ്ടതും ഒക്കെ അത് നമ്മുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞേക്കുക. ദൈവത്തിൻ്റെ മക്കളാണ്, മക്കളെങ്കിൽ
അവകാശികളുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെങ്കിൽ അവകാശികളാണ്, യാചകരാണ് പോയി ഇരക്കുന്നത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇരക്കാൻ വെല്ലവും കിട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ അവകാശമായി ഞങ്ങൾക്ക് അങ്ങയുടെ ശക്തി അളവില്ലാതെ അധികമായി തരണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒപ്പം തന്നെ യോഹന്നാൻ സ്ലീഹ നമ്മളോട് സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ 1:16 വലിയ കൃപ നമ്മിലേക്ക് ചൊരിയപ്പെടുകയാണ്. അവൻ്റെ ആ പൂർണ്ണതയിൽ നിന്ന് നമ്മൾ കൃപയ്ക്ക് മേൽ കൃപയും കൂടെ സ്വീകരിക്കുകയാണ്. മക്കളാണ്, അവകാശികളാണ്. അതോടൊപ്പം ആ സുവിശേഷം സ്വീകരിക്കുമ്പോൾ, ആ സുവിശേഷം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സംഭവിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കൃപയും ചൊരിയപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1 കൊരിന്തോസ് 15 അതിന്റെ 10-ാമത്തെ വാക്യം ഈ കൃപയെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. പൗലോസ് ശ്ലീഹ ഈ സുവിശേഷത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, രക്ഷ നൽകുന്ന ഈ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ എല്ലാ കാര്യത്തിനും ക്രെഡിറ്റ് പൗലോസ് ശ്ലീഹ ആർക്ക് കൊടുക്കുകയാണ്? ഈശോ നൽകിയ കൃപയ്ക്ക് കൊടുക്കുകയാണ്. സംഗീതം 86:16 നമ്മൾ വായിച്ചതുപോലെ അവിടുത്തെ ശക്തിക്ക്, അവിടുത്തെ കൃപയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കുകയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. ആ കൃപ നമുക്ക് എങ്ങനെ ലഭിക്കും? സുവിശേഷം കേൾക്കുമ്പോൾ, സുവിശേഷം സ്വീകരിക്കുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയ. ആ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ പറയാണ്: എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ രാത്രിയിൽ ഈശോയുടെ ശക്തിക്ക് വേണ്ടി, കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും നിങ്ങൾ ഓർത്തേ. ഇന്നിപ്പം നിങ്ങൾ കടന്നു പോകുന്ന ക്രൈസിസുകളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെ, നമ്മളിതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം അധ്വാനിക്കുന്നു, എന്തോരം പ്രാർത്ഥിക്കുന്നു, എന്തോരം രീതികൾ നമ്മൾ പരിശീലിക്കുന്നു, പരീക്ഷിച്ചു നോക്കുന്നു. പക്ഷെ നമുക്കിനി ഒന്ന് വിട്ടു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ തളർന്നു, ഞാൻ മടുത്തു, ഞാൻ അധ്വാനിച്ച് മടുത്തു, ഞാൻ പ്രാർത്ഥിച്ച് മടുത്തുപോയി എന്നൊക്കെ പറയുന്ന സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് തിരിച്ചറിയേണ്ടത് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തെയും കൂടെയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ജനത്തേക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി ജാഗ്രതയായി വർത്തിച്ചൊരു ദൈവം, അവരെ പുറത്തോട്ട് കൊണ്ടുവന്നൊരു ദൈവം, ആ ദൈവം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഈ ഒരു സുവിശേഷം മനുഷ്യരുടെ ഉള്ളിലോട്ട്, അവരുടെ വിശ്വാസത്തിലേക്ക് അടിസ്ഥാനമായിട്ട് കയറുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം. എത്ര പറഞ്ഞാലും നമ്മുടെ ഉള്ളിലോട്ട് ആ വിശ്വാസം നിറയുന്നില്ല. പിന്നെയും സങ്കടങ്ങൾ, പിന്നെയും പരാതികൾ, പിന്നെയും യാചനകൾ. ആ യാചനകളും പരാതികളും സങ്കടങ്ങളും എപ്പോഴും ഉണ്ടാകും. കാരണം യാചകരാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുകയാണ്, അടിമകളാണ്, ദാസരാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുകയാണ്. മക്കളെന്ന സ്റ്റാറ്റസിലേക്ക് കർത്താവ് ഉയർത്തിയത് അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ നമ്മുടെ ആത്മീയത നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തതാണോ, ഇനി അങ്ങനെ ഒരു ആത്മീയത അല്ല നമ്മൾ പരിശീലിച്ചതെന്നോ അറിയില്ല. നമ്മൾ കേട്ട സുവിശേഷം എല്ലാം നമ്മളോട് പറഞ്ഞത് രക്ഷകനെ കുറിച്ചാണ്, സഹായിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്, പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ചാണ്. പക്ഷെ ഇപ്പോഴും നമ്മളൊരു സങ്കടം വരുമ്പോൾ, നമ്മളൊരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേനും തളർന്ന് ഇല്ലാതായി പോവാണ്. ഞാൻ ചെയ്തു കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, ഞാൻ അതൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തു, ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതികൾ പറയാണ്. പൗലോസ് വലിയൊരു ആത്മീയ സത്യം നമ്മളോട് പറയാണ്: നീയല്ല, നിന്റെ ഉള്ളിലുള്ള കൃപ ദൈവം തന്നെ അധ്വാനിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ രാത്രിയിൽ വലിയൊരു വിശ്വാസത്തോടെ, എന്ന് വെച്ചാൽ അത്ര കണ്ണും പൂട്ടിയുള്ളൊരു വിശ്വാസത്തോടെ നിങ്ങൾ ഇന്നീ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗത്തിന്റെ മേൽ നിങ്ങളത് ഈശോയെ നീ തന്നെ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചേക്കുക. ഞാനല്ല അധ്വാനിക്കുന്നത്, എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ആ ദൈവ കൃപ അധ്വാനിക്കുന്നു. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി ബിസിനസ് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. കൃഷിമേഖലയിൽ അധ്വാനിക്കുന്നു, പരാജയപ്പെടുന്നു. പരീക്ഷകൾ ജയിക്കാൻ വേണ്ടി, കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ജോലിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി എന്തോരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്. റിസൾട്ട് കിട്ടുന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ചൊന്നും നടക്കുന്നില്ലെന്ന് ഓർത്ത് നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള സകല എനർജിയും ഊർജവും കളഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നമുക്ക് ഇന്ന് ഈ രാത്രിയിൽ ഒരു കംപ്ലീറ്റ് ട്രസ്റ്റോടുകൂടി, അത്ര വലുതായൊരു പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും: കർത്താവേ, എൻ്റെ ഉള്ളിലേക്ക് നീ തന്ന കൃപ, ഞാനല്ല, എൻ്റെ ഉള്ളിലേക്ക് നീ തന്ന കൃപ വർക്ക് ചെയ്യട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ മടുത്തിട്ടുണ്ട്. ഞാനും മടുത്തിട്ടുണ്ട്, നിങ്ങളും മടുത്തിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കൃപ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ, അവൻ്റെ ഗ്രേസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ തളരില്ല. കാരണം നമ്മളല്ല അധ്വാനിക്കുന്നത്. ആരാണ് അധ്വാനിക്കുന്നത്? എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന കൃപ. ഞാനല്ല,
ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഞാനല്ല, എന്നെ ഏൽപ്പിച്ച ആളുകളല്ല, എന്നെ സഹായിക്കുന്ന വ്യക്തികളല്ല, ദൈവം ജാഗ്രതായി വർത്തിക്കുന്ന രാത്രി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ രാത്രിയിൽ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളിലൊന്ന്, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം, എന്നെ കാണുന്ന ഒരു ദൈവം, എന്നെ സഹായിക്കുന്ന ഒരു ദൈവം, എനിക്ക് രക്ഷകനായി നിൽക്കുന്ന ദൈവം, എന്നെ ഒറ്റക്കിട്ട് പോവാത്തൊരു ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടെന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തിരിച്ചറിവുള്ള ഒരാളെ സങ്കടപ്പെടുത്താനോ തോൽപ്പിക്കാനോ മനുഷ്യനോ പിശാചിനോ സാധിക്കില്ല. നമുക്കൊക്കെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മൾ നിരാശയിലേക്ക് വീണു പോകുന്ന ഈ ഒറ്റ കാരണം കൊണ്ടാണ്. ഈശോയിലുള്ള വിശ്വാസം പതുക്കെ കുറയുന്നു, ട്രസ്റ്റ് പതുക്കെ കുറയുന്നു, അവൻ്റെ ശക്തിയെ നമ്മൾ സംശയിക്കുന്നു. കാരണം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, കർത്താവ് ഇടപെടുന്നില്ല, കർത്താവിന് ഒരു ഉത്തരം തരുന്നില്ല. നിരാശയിലേക്ക് പോവാം. നമ്മൾ സാധാ മനുഷ്യനാണ്, പച്ച മനുഷ്യനാണ്, പാവങ്ങളാണ്. പക്ഷേ ഈ രാത്രിയിൽ ഉള്ളിലേക്ക് തിരിച്ചറിയേണ്ടത്, എൻ്റെ ദൈവം ശക്തനാണ്, ആ ദൈവം എന്നെ ഒറ്റക്കിട്ട് പോവില്ല. സങ്കീർത്തനം 23:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല, ഒറ്റയ്ക്കാക്കില്ല. കേട്ട സുവിശേഷം രക്ഷകനുണ്ടെന്നാണ്, അവൻ ജീവിക്കുന്നുണ്ടെന്നാണ്, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ആ വലിയൊരു ബോധ്യം ഉള്ളിലേക്ക് നിറയണം. കരങ്ങൾ 2 സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകളെ ശാന്തമായിട്ട് നടച്ച് നിങ്ങളായിരിക്കുന്ന എല്ലാ അവസ്ഥകളും ഈശോയ്ക്ക് കൊടുക്കുക. രക്ഷയ്ക്കായി എന്നെ രക്ഷിക്കാൻ എനിക്കൊരു ദൈവമുണ്ട്. അവൻ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം അടുത്തിരിക്കുക എന്നുള്ളതാണ്. യെശയ്യാ 30:15 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, സ്വസ്ഥതയും ബലവുമായിരിക്കും നിനക്കുള്ള കൃപയും നിനക്കുള്ള ഉത്തരവും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ, ഞങ്ങളുടെ എല്ലാ വേദനകളിൽ, ഞങ്ങളുടെ എല്ലാ കണ്ണുനീരുകളിൽ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോവാത്ത അങ്ങയുടെ കൃപ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. വീഴുന്നത് കർത്താവെ നിന്റെ സന്നിധിയിലേക്കാണ്, തളർന്നു പോയത് നിന്റെ മുൻപിലാണ്, വീണ് കിടന്നതും നിന്റെ മുമ്പിലാണ്. ഞാൻ വീഴുന്നത് കണ്ട എൻ്റെ കർത്താവേ, ഞാൻ കരയുന്നത് കണ്ട എൻ്റെ കർത്താവേ, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നത്, ഞാൻ ഒറ്റ കൊടുക്കപ്പെടുന്നത് കണ്ട എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി കരഞ്ഞ എൻ്റെ ഈശോയെ, എൻ്റെ ഈ വേദനകളിൽ, എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ രക്ഷകനെ ഞാൻ ഏറ്റുപറയുന്ന എൻ്റെ അടിസ്ഥാനമേ, എൻ്റെ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ, എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കർത്താവെ, അടഞ്ഞു കിടക്കുന്ന ഈ വാതിലുകളുടെ മുമ്പിലേക്ക് അങ്ങ് സർവശക്തനായി അധികാരിയായി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന.